ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇല്ലാത്തത് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഒന്നും ഇല്ലാത്തത്. സോ എന്നോട് ക്ഷമിക്കുക. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് വിട്ടേക്കുക. അപ്പം നമുക്ക് മാർക്കറ്റിന്റെ ഈ ആഴ്ചത്തെ ഒരു ഓവറോൾ വ്യൂവും വരാൻ പോകുന്ന മൺഡേയിൽ മാർക്കറ്റിന്റെ എങ്ങനെ പൊസിഷൻ ചെയ്യണം, എങ്ങനെയായിരിക്കണം കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് FOMCയുടെ ഒരു മീറ്റിംഗ്. FOMCയുടെ മീറ്റിംഗ് പ്രകാരം അവർ ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ആ ബേസിസ് പോയിന്റ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു ഓവറോൾ ഒരു കണ്ടീഷണബിൾ മൂവ് ഒന്നും ഇല്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് അത് സസ്റ്റെയിൻ ചെയ്ത് ഒരു ഓൾമോസ്റ്റ് ഒരു ഫെയിൽഡ് ഓപ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നത്. സോ മൺഡേയിൽ വന്ന ഈ ഒരു ഹെവി സെല്ലിങ്ങിന്റെ ഏരിയ നിഫ്റ്റിയിൽ ആ ഒരു വാല്യൂ ഏരിയ ഹൈ നിങ്ങൾ നോക്കിയാൽ 26,068 ഭാഗത്ത് നിഫ്റ്റി ഒരു ഹെവി സെല്ലിങ്ങിന്റെ പ്രഷറിൽ നിൽക്കുന്നു. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ഓൾമോസ്റ്റ് പിഒസിയുടെ ആ ഭാഗത്തൊക്കെ അടുപ്പിച്ചൊക്കെയാണ്, ആ വാല്യൂ ഏരിയക്ക് അകത്തൊക്കെ തന്നെ, വീക്കിലി വാല്യൂ ഏരിയക്ക് അകത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിനകത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കടമ്പയാണ് 26,068 അല്ലെങ്കിൽ 26,070 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ഒരു കടമ്പയായിട്ട് നിൽക്കുന്നത്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു മൂവ്മെന്റിലേക്ക് ഇനി സാധ്യതയുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി അങ്ങനെ അത്രയ്ക്ക് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യില്ല. ഒരു പ്യൂർലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ ആയിരുന്നു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അതായത് ചുരുക്കി പറഞ്ഞാൽ മൺഡേയുടെ ആ ലോയ്ക്കകത്ത് തന്നെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. മൺഡേയുടെ വാല്യൂ ഏരിയ ഹൈക്കകത്തും, അതായത് മൺഡേയിൽ വന്ന വാല്യൂ ഏരിയ ഹൈ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബാലികറ മല പോലെയായിരുന്നു ഫ്രൈഡേയിൽ ക്ലോസ് ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ ഡേ, പക്ക ഒരു നോർമൽ ഡേ തന്നൊരു ഡീപ് ഫെയിലിയർ ഒക്കെ വന്നിട്ടൊരു ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആയിട്ടൊരു ദിവസമായിരുന്നു മൺഡേ അല്ല, ഈ കഴിഞ്ഞു പോയ ഇന്നലെ മെനിങ്ങാന്ന് വന്ന ഫ്രൈഡേയുടെ ആ ഒരു ട്രേഡ് സെറ്റപ്പ്. മിഡ് ക്യാപ്പ് പക്ഷെ കുറച്ചും കൂടെ ഒരു മൊമെന്റേറിയൽ ആക്ടിവിറ്റി കാണിച്ചായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ഹെവി ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു മൺഡേയിൽ. സോ അവൻ എന്ത് ചെയ്തതിന് ആ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ കവർ ചെയ്യാൻ വേണ്ടി ഫ്രൈഡേയിൽ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു സ്പൈക്കോട് കൂടി ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ആ മൺഡേയുടെ വാല്യൂ ഏരിയ ഹൈഡ് അകത്താണ് അവന് നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓവറോൾ വ്യൂ പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റി, നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി, അല്ല നോർമൽ വീക്ക് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. അതേപോലെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കുമായിരുന്നു. പക്ഷേ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇത് നിങ്ങൾ ഞാൻ ഈ ചാർട്ടിനെ മൂന്നായിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് മിഡ് ക്യാപ്പ്, ഇത് ബാങ്ക് നിഫ്റ്റി, ഇത് നിഫ്റ്റി ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം മൺഡേയുടെ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തൊരു റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൺഡേയുടെ പ്രൊഫൈല് ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ്, അത് സെല്ലിംഗ് പ്രൊഫൈലാണ്. ആ സെല്ലിംഗ് പ്രൊഫൈലിലെ സെല്ലേഴ്സ് സ്റ്റിൽ പെർസിസ്റ്റൻസ് ആയി നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു എഗെയിൻ ഒരു റേഞ്ച് 26,200, 20,800 എന്ന് പറഞ്ഞ ആ റേഞ്ച് വേണമെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ തരാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. സോ ഈ റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് വോളിയം കുറച്ചുള്ള ട്രേഡും കുറച്ച് വോളിയം കുറച്ച് ലോഡ് സൈസ് കുറച്ച് എക്സ്ട്രീംസിന്റെ പ്ലേ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ട്രേഡിങ്ങിന് അഭികാമ്യമായ ഒരു കാര്യമെന്നാണ് എൻ്റെ ഒരു ട്രേഡിങ്ങിന്റെ നോളജ് കൊണ്ട് എനിക്ക് ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 25,800, 26,200 എന്ന് പറഞ്ഞ ആ റേഞ്ച് ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നോക്കിയാൽ 59,800 തൊട്ട് 59,000 എന്താണ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 59,800 തൊട്ട് 58,800 എന്ന് പറഞ്ഞ ഈ ഒരു 1000 പോയിന്റിനകത്താണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത്. മിഡ് ക്യാപ്പും ഏകദേശം പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇതൊരു ബാലികറ മല 14,100 മുകളിൽ ഇനി ക്ലോസ് ചെയ്താൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇല്ല എങ്കിൽ 13,600നും 14,000 ഇടയ്ക്കുള്ള 400 പോയിന്റ് അകത്ത് കിടന്ന് മിഡ് ക്യാപ്പും കളിക്കാനുള്ള ചാൻസ് എനിക്ക് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു റേഞ്ച് പ്ലേ വരാൻ പോകുന്നു. അമേരിക്കയിലെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് വരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് പൊതുവേ ഒരു പ്രോപ്സ് അല്ല FISന്റെ ഭാഗത്തും FIയുടെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചു ഈ പൊസിഷൻ സൈസിങ്ങിനെ കുറയ്ക്കാനും പ്രോഫിറ്റ് ബുക്കിങ്ങും അല്ലെങ്കിൽ ഒരു റേഞ്ച് ഒരു ഈ ഫിനാൻഷ്യൽ FI എൻഡ് ക്ലോസിങ്ങിന്റെ ഒരു ട്രേഡബിൾ ആക്ടിവിറ്റി ഒക്കെ കൂടുതൽ വരാൻ പോകുന്ന സമയമാണ് ഇനി അങ്ങോട്ട് വരുന്നത്. പണ്ട് ഡിസംബറിലൊക്കെ ആണെങ്കിൽ എന്റെയൊക്കെ 2006 കാലഘട്ടങ്ങളിലൊക്കെ 2006, 2010 കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ
ഡിസംബറിൽ വോളിയം വളരെ കുറവായിരിക്കും. പക്ഷേ ഈ വർഷം അങ്ങനെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കൊറോണയ്ക്ക് ശേഷം ട്രെൻഡ് അഗെയിൻ ചേഞ്ച് എന്ന് പറയും പോലെ മാർക്കറ്റ് പൊതുവെ ആ ഒരു മോഡസ് ഓപ്പറാൻഡി ആക്ടിവിറ്റി ചെയ്യുന്നില്ല. ഇപ്പം കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ തരുന്നുണ്ട്. ചിലപ്പോൾ താഴേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള മൊമെന്റേറിയൽ ആക്ടിവിറ്റി ഒക്കെ കൃത്യമായിട്ട് കാണുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിലുള്ളത്. ഇനി അങ്ങോട്ട് നമ്മളെ സംബന്ധിച്ച് ഇനി RBIയുടെ ഭാഗത്തു നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. പൊതുവെയുള്ള ഇനി മാർക്കറ്റ് നോക്കുന്നത് ഇനി എന്താണ് ഇന്ത്യയിലും റഷ്യ യുക്രൈൻ ഡീല് വരാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിന്റെ ആ ഒരു വെടിനിർത്തൽ കംപ്ലീറ്റ് ആയിട്ട് വരാൻ പോകുന്നു, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോസിറ്റീവായ രീതിയിൽ പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ പോസിറ്റീവായ രീതിയിൽ എന്തെങ്കിലും ട്രേഡ് താരിഫ് എന്തെങ്കിലും കുറയ്ക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നതാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് വി ആർ എൻറ്ററിങ് ഇൻ ടു ദ പ്രീ ബഡ്ജറ്റ് മൂവ്മെന്റിലേക്ക്. ഡിസംബർ 20 23 അല്ലെങ്കിൽ ആ ഒരു 25 ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രീ ബഡ്ജറ്റ് മൂവ്മെന്ററിയൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അപ്പൊ ഇതാണ് പൊതുവെ വരാൻ പോകുന്ന ആഴ്ചയിലെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വ്യൂ എന്നെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ട മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു ഫ്രൈഡേയിൽ അവസാനിച്ചത്. അതായത് ഒരു ഓളിയത്തോടു കൂടി അവൻ ഒരു ആക്ടിവിറ്റി കാണിച്ചായിരുന്നു, പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്പൈക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ POC വന്ന് നിൽക്കുന്നത് 13,823 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഞാനൊന്ന് POCയുടെ ഒന്ന് സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി വരയ്ക്കാം. 13,823 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുപോകും. 13,823 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞ മൺഡേയുടെ വാല്യൂ ഏരിയയ്ക്ക് അകത്തൊക്കെ കിടന്നാണ് ഈ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും കളിക്കുന്നത്. സോ ഇനി ഫ്രഷ് മൊമെന്റേറിയൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രൈഡേയുടെ വാല്യൂ ഏരിയ ഹൈ ആയ 13,954 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് എത്രയാണ് 13,954 മുകളിൽ 13,954 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ഏരിയ ആയ 14,000 അത് ഏറ്റവും വലിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. 14,000 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് അടുത്തെന്ന് പറഞ്ഞാൽ ഈ 14,049 എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ വാല്യൂ ഏരിയ പ്രീവിയസ് സെല്ലിങ്ങിന്റെ ഒരു പ്രൊഫൈൽ ഏരിയ 14,049 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,090 അവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു സെൽ ഓഫ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് സെൽ ഓഫ് വന്ന ഏരിയ ആണ്. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഏരിയ ഈ 14,190 അല്ല 14,100 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 13,954 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി ഇത് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് തുടങ്ങണമെങ്കിൽ ഞാൻ ഈ 13,780 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ് 13,780 താഴെ നിൽക്കുമ്പോൾ നമുക്ക് മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കാം. 13,780 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിങ് സസ്റ്റെയിൻ ചെയ്താൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 13,740 ഭാഗത്തേക്ക് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. 13,740 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും വരുന്നത്. 13,740 ടച്ച് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വരുന്നത് ഈ ഒരു ജേപ്പ് അല്ലെങ്കിൽ 13,700 ഭാഗത്തേക്ക് 13,700 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് മിഡ് ക്യാപ്പിൽ ചിന്തിക്കാം. ആ 13,700 പൊട്ടയാണെങ്കിൽ തിരിച്ചു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ 13,629 ഭാഗത്തേക്ക് അല്ലെങ്കിൽ 13,630 ഭാഗത്തേക്ക് വരാം. 13,630 ഭാഗത്തേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ 13,780 താഴെ മിഡ് ക്യാപ്പിൽ സെല്ലിങ്ങിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ സെല്ലിങ് താഴേക്ക് ഇറങ്ങി 740, 700, 630 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് വീണ്ടും ഒരു ഫില്ലിംഗ് തരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതലായിരിക്കും. ഇതാണ് എൻ്റെ മിഡ് ക്യാപ്പിന്റെ ഒരു ഓവറോൾ വ്യൂ, ഈ വരാൻ പോകുന്ന മൺഡേയിലെ വ്യൂ. ഇനി ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ഞാൻ പറഞ്ഞു 59,800-നും 58,800-നും ഇടയ്ക്കുള്ള ആ റേഞ്ച് കിടന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മൾ ഇനി ബൈ എന്ന് പറഞ്ഞാൽ 59,450 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ ഒരു ബുള്ളിഷ് മൊമെന്റം എന്ന് പറയുമ്പം 59,450 മുകളിൽ മാത്രമേ ഒരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ POC നിൽക്കുന്നത് 59,372 59,372 മുകളിൽ മാത്രമേ ഞാനൊരു ബാങ്ക് നിഫ്റ്റി ഒരു ബാങ്ക് നിഫ്റ്റിയുടെ POC 59,372 ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു ബുള്ളിഷ് 59,450 മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് 59,570 ഭാഗത്തേക്ക് വീണ്ടും ഒരു റാലി തരാം. ഒരു സ്പൈക്കിംഗ് മൂവ്മെന്റ് തരാം. 59,570 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് 59,690
59,690 ഭാഗം 690 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,800 59,800 ഭാഗത്തേക്ക്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അല്ല, നമ്മൾ നോർമൽ ഇപ്പോൾ വന്ന ലെവൽസ് ആണ്. 59,800 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ POC 59,190 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സോ ആ സെല്ലിംഗ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,054 ഭാഗത്തേക്ക് പോകും. ആ ഒരു വാല്യൂ ഏരിയ ലോ ആണ് നമ്മളിപ്പോൾ 2 ദിവസം മുമ്പേയുള്ള ആ ഭാഗത്തേക്ക് 59,050 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് താഴെ അടുത്ത 58,950 ഭാഗത്ത് 58,900 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോവർ AB4 58,788 ഭാഗത്തേക്ക് എത്രയാണ് 58,788 ഭാഗത്തേക്ക് ഒരു പൂർ ലോ, ഈ ഒരു ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള റെഫറൻസ് ലെവല്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും 59,800 58,800 അടക്കമുള്ള റേഞ്ചിലാണ് കിടന്ന് കൃത്യമായിട്ട് അവൻ കളിക്കുന്നത്. സോ നിഫ്റ്റിയിലാണ് എൻ്റെ ആരും എന്നെ ചീത്ത വിളിച്ചത്, നിഫ്റ്റി ഇങ്ങനെ വരുന്നു അങ്ങനെ പോയി 26,200 വരട്ടെ. നമുക്ക് എന്നെ സംബന്ധിച്ച് ആ ഒരു റെഫറൻസ് ലെവൽ പൊട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് POC വന്നിരിക്കുന്നത്, നിഫ്റ്റിയിലെ POC എന്ന് പറഞ്ഞാൽ 26,016 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC തിരിച്ചു വന്നത്. അപ്പോൾ 26,000 ആ ഒരു റേഞ്ച് നിഫ്റ്റി തിരിച്ച് പിടിച്ചിട്ടുണ്ട്. 26,016 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 26,000 എന്ന് പറഞ്ഞ ഒരു ബെഞ്ച് മാർക്ക് നിഫ്റ്റി കൃത്യമായി പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് ബൈ 26,070 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എത്രയാണ് 26,070 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോവാൻ, ഇതാണ് 26,115 ഭാഗത്തേക്ക്. എത്രയും 26,115 എന്ന് പറഞ്ഞ സി സൈഡ് എക്സ്റ്റൻഷൻ വന്ന ഒരു ദിവസം ഉണ്ട്. ഒരു സി ഫെയിലിയർ വന്ന ഈ ഒരു ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 26,150 ഭാഗത്തേക്ക് 26,150 ഭാഗത്തേക്ക് വരാനും, ഈ 26,150 മുകളിൽ നിൽക്കുമ്പോൾ 26,206 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ഹൈ എത്രയാണ് 26,206 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 26,206 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,889 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് 25,889 താഴെ സസ്റ്റെയിൻ എന്തെങ്കിലും ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ സെല്ലിങ് ഫസ്റ്റ് 25,840 ഭാഗത്തേക്ക് എത്രയാണ് 25,840 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നപ്പോൾ 25,780 25,795 ഭാഗത്തേക്ക് വരാം. 25,795 ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. 795 ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുമ്പോൾ 25,743 ഭാഗത്തേക്ക് എത്രയാണ് 25,743 ഭാഗത്തേക്കും വരാം. ഈ 25,743 അല്ലെങ്കിൽ ഈ 25,690 പൊട്ടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 25,500 എന്തായാലും മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ലെവല് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു എന്ന് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് ടെൻഷൻ അടിച്ചിരുന്ന കാര്യമുണ്ടോ? അപ്പോൾ നമുക്കൊരു മാർക്കറ്റിൽ എന്താണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്, എന്തുകൊണ്ട് ഹിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ആ ഇഷ്യൂസിനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ മാർക്കറ്റിനെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കാണുക, കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക. എൻ്റെ ഓവറോൾ വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും മിഡ് ക്യാപിനെ സംബന്ധിച്ചുള്ള ഓവറോൾ വ്യൂ ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു. ലാസ്റ്റ് സെഷനിൽ നമ്മൾ നാളത്തേക്കുള്ള മാർക്കറ്റ് വ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ വരാൻ പോകുന്ന 22-ാം തീയതി എൻ്റെ മെന്ററിംഗ് തുടങ്ങുകയാണ്. ഓൾമോസ്റ്റ് ബാച്ചൊക്കെ ഫുൾ ആവാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. കൃത്യമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത്, നിങ്ങളെ മെന്റോറിങ് ചെയ്ത്, നിങ്ങളെ കൃത്യമായ ലെവൽസ് പറഞ്ഞ്, നിങ്ങളെ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങളിലേക്ക് പറഞ്ഞെന്ന് അത് പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു മറക്കാതിരിക്കുക.